Hi all, welcome to I Plus. ഞാൻ അക്ഷര. സൈക്കോളജി ക്വസ്റ്റ്യൻസ് റീസെൻ്റ് ആയിട്ട് നമ്മുടെ കെറ്റ് എക്സാമിനേഷനും സീരിയഡ് എക്സാമിനേഷനും ഒക്കെ ചോദിച്ചതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following statement about Lawrence Kohlberg's theory is correct? നമുക്ക് തിയറിസ്റ്റുകളെ കുറിച്ചും അവരുടെ തിയറിയെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ലോറൻസ് കോൾബർഗിൻ്റെ തിയറിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കറക്റ്റുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്. ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് എഫക്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് ജെൻഡർ ഓൺ മോറൽ റീസണിങ്. ഇറ്റ് ഡസ് നോട്ട് സ്പെസിഫൈ എക്സാക്ട് സ്റ്റേജ് ഓഫ് പ്രോഗ്രഷൻ ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഇൻ ചിൽഡ്രൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഡൺ ത്രൂ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് പ്രസൻസ് കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ടു ദ ചിൽഡ്രൻ. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് ലോറൻസ് കോൾബർഗിൻ്റെ തിയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് പറയാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് പ്രസൻറ്റ് കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ ടു ചിൽഡ്രൻ എന്നുള്ളതാണ് നമുക്ക് കൂട്ടത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം അസേർഷൻ റീസൺ ആണ്. അസേർഷൻ ഈച്ച് ചൈൽഡ് ഫൈൻഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ടു പ്ലേ, എക്സ്പെരിമെൻ്റ് ആൻഡ് ഡിസ്കവർ ദ വേൾഡ്. റീസൺ ചൈൽഡ്ഹുഡ് ഈസ് എ യൂണിവേഴ്സൽ കൺസ്ട്രക്റ്റ്. ഓരോ കുട്ടിയും എന്താണ്, കുട്ടിക്ക് പ്ലേ ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും ഒക്കെ അവരുടെ ലോകത്തെ ഡിസ്കവർ ചെയ്യാനും ഒക്കെ ആയിട്ട് കുട്ടിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടെന്താണ്, ചൈൽഡ്ഹുഡ് ഒരു യൂണിവേഴ്സൽ കൺസ്ട്രക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ ഓപ്ഷൻ ഇങ്ങനെ തന്നെയാണ്. ബോത്ത് എ ആൻഡ് ആർ ഫാൾസ്, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അസേഷനായിട്ട് പറഞ്ഞ കാര്യവും റീസണായിട്ട് പറഞ്ഞ കാര്യവും കറക്റ്റാണ് അല്ലേ. പക്ഷേ അതിന് കറക്റ്റ് റീസൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. യൂണിവേഴ്സൽ കൺസ്ട്രക്റ്റ് ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ കൺസ്ട്രക്റ്റ് ആയതുകൊണ്ടാണ് കുട്ടിക്ക് എന്താണ് പ്ലേ ചെയ്യാനും എക്സ്പെൻഡ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനുമായിട്ടൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ആപ്റ്റാവില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉത്തരം എന്താണ്, എ മാറും ട്രൂ ആണ് ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പം റീസൺ ഇത് പറഞ്ഞ് തന്നേക്കുന്ന സാധനം ശരിയാണ്, പക്ഷേ ഈ പറഞ്ഞ അസോർഷൻ്റെ കൃത്യമായിട്ടുള്ള റീസൺ അല്ല അത്. അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ക്വസ്റ്റ്യൻ ദാറ്റ് പ്രൊമോട്ട്സ് അനലിറ്റിക്കൽ തിങ്കിങ്. അപ്പോൾ നോക്കിയാൽ അനലിറ്റിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ കൂട്ടത്തിൽ ഏതാണ്? അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്, കാര്യങ്ങളെ അനലൈസ് ചെയ്യാം. അപ്പോൾ അതൊരു ഹൈ ഓർഡർ തിങ്കിങ് സ്കില്ലാണ് അല്ലേ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ഉത്തരം എന്താണ് കൂടുതലൊന്നും ചിന്തിക്കണം. ഡയറക്റ്റ് ഇപ്പോൾ ഉത്തരം പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അതിൽ കുറച്ച് ഡീപ്പായിട്ട് നമ്മളൊന്ന് ഇറങ്ങി ചിന്തിച്ച് ഡിസ്കവർ ചെയ്ത് പല പല പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ അത് അനലിറ്റിക്കൽ തിങ്കിങ് ആണ്. അവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. Who was the leader of Germany during World War II? In which year did World War II end? Which countries were directly involved in World War II? Which factors contribute to the outbreak of World War II? അപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യത്തെ 3 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് ഒരൊറ്റ ഉത്തരം. ഇവിടെ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കാണെങ്കിൽ എന്താ ബൈഹാർട്ട് ചെയ്ത് വെക്കാം, ഡോട്ട് മെമ്മറൈസേഷനിലൂടെ മനസ്സിലാക്കി വെക്കാം. അനലൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ജർമ്മനിയിൽ ആരാണ് വേൾഡ് വാർ സമയത്ത് ഭരണാധികാരി എന്നോ, അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധം എന്നാണ് ഉണ്ടായതെന്നോ, അല്ലെങ്കിൽ വേൾഡ് വാർ 2 നേരിട്ട് പങ്കെടുത്ത രാജ്യങ്ങൾ ഏതെന്നോ ഒന്നും കൂടുതൽ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ which factors contribute to the outbreak of World War II? 2ാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കിതിനെ കുറിച്ച് അനലൈസ് ചെയ്ത് ചിന്തിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, അനലൈസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഏതാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം while engaging students who are visually challenged, teachers should use dash which dash. അപ്പോൾ നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ എന്താണ് ഉത്തരങ്ങളായിട്ട് വരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ സ്ഥിരമാണ്. അപ്പോൾ ഒരു കൺസെപ്റ്റും കൊണ്ട് പോയിട്ട് കാര്യമില്ല. ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ഉത്തരം അവിടെ ലഭിക്കാം. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്, വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ്. അപ്പോൾ അവർക്ക് ഈ കൂട്ടത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത് എന്താണ്, ഫ്രീക്വൻസി മോഡുലേറ്റഡ് ട്രാൻസ്മിഷൻ ഡിവൈസ് ആർ ആൻ ഓഡിറ്ററി സിസ്റ്റം. അപ്പോൾ അതായത് ആദ്യം നമ്മൾ ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നു, പിന്നീട് അത് എന്ത് സിസ്റ്റം ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫ്രീക്വൻസി മോഡുലേറ്റഡ് ട്രാൻസ്മിഷൻ ഡിവൈസ് അതെന്താണ്, വിച്ച് ആർ ആൻ ഓഡിറ്ററി സിസ്റ്റം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആ ഒരു ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യട്ടെ. അടുത്ത ബ്രെയിലി is a tactile system. Braille is an auditory system. Frequency modulated transmission device are tactile system. അപ്പോൾ നമുക്ക് 2 കൺസെപ്റ്റാണ് ഇവിടെ വേണ്ടതല്ലേ. അപ്പോൾ ഇവർക്ക് ഈ കൂട്ടത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇതിന് മുമ്പ് നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, വിഷ്വലി പ്രോബ്ലം നേരിടുന്ന കുട്ടിക്ക്
അതായത് കാഴ്ച പരിമിതിയുള്ളൊരു കുട്ടിക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ കൂട്ടത്തിൽ എന്നുള്ളത് ഓപ്ഷൻസ് കൊടുത്തിരുന്നതിന് ഈ പറയുന്ന പോലെ ബ്രെയിലി സിസ്റ്റവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ് വലിയ അക്ഷരങ്ങളിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് പഠിക്കാനായിട്ട് വലിയ അക്ഷരങ്ങളിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പേപ്പറുകൾ അല്ലെങ്കിൽ കട്ടൗട്ട്സിനൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം കാഴ്ച പൂർണ്ണമായും ഇല്ലാത്ത ഒരു കുട്ടിക്ക് നമുക്ക് ബ്രെയിലി സിസ്റ്റം ഓക്കെയാണ്. എന്നാൽ കാഴ്ച കുറവുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ബ്രെയിലി സിസ്റ്റം കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വലുതായിട്ട് അക്ഷരങ്ങളൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രീവിയസ് ചോദ്യം ആയതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ പറഞ്ഞത്. ഇനി ഈ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. നമുക്ക് എന്താണ് വിഷ്വലി ചലഞ്ചഡിന് ഇവിടെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് ട്രാൻസ്മിഷൻ ഡിവൈസ് കൊടുക്കേണ്ട കാര്യമില്ല. പകരം നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ബ്രെയിലിയാണ്. ബ്രെയിലി സിസ്റ്റം നമുക്ക് കൊടുക്കാം. ബ്രെയിലി സിസ്റ്റം ഒരു ടാക്ടൈൽ സിസ്റ്റമാണ്, ഓഡിറ്ററി സിസ്റ്റമാണ്. ടാക്ടൈൽ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന. ഓഡിറ്ററി സിസ്റ്റം എന്താണ്? നമുക്ക് കേട്ടറിയാം. അപ്പോൾ കാഴ്ചക്കുറവുള്ള ആൾക്ക് കേട്ടറിയേണ്ട കാര്യമില്ലല്ലോ, തൊട്ടറിഞ്ഞാൽ പോരും. അപ്പോൾ നമുക്ക് ഉത്തരം എങ്ങനെ വരും? While engaging students who are visually challenged, teachers should use Braille, which is a tactile system. Okay. അടുത്ത ചോദ്യം. You are a teacher who wants to encourage your students to think critically and creatively. Which of the following strategy is most likely to foster this type of thinking? അപ്പോൾ നിങ്ങളുടെ ടീച്ചർ എന്ന നിലയിൽ കുട്ടികൾ എന്ത് ചെയ്യണം, എന്ത് കാര്യങ്ങളൊക്കെയാണ് ക്രിട്ടിക്കലിയും ക്രിയേറ്റീവ്ലിയും അവർ ചിന്തിക്കണം. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള എന്ത് സ്ട്രാറ്റജിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്? Lecturing on the topic and providing students with detailed notes. Assigning a project in which students must memorize and present information on a topic. Providing students with open-ended questions to come up with their own solution. Giving students multiple choices to assess their knowledge. അപ്പോൾ എന്താണ്? കുട്ടികൾ ഒരേ സമയം ക്രിട്ടിക്കലിയും ക്രിയേറ്റീവിലും ചിന്തിക്കുന്ന പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ കൂട്ടത്തിൽ എന്താണ് പറ്റുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് കൊടുക്കണം? നമ്മൾ പ്രൊവൈഡിങ് സ്റ്റുഡൻസ് വിത്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ എൻഡഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. യെസ് അല്ലെങ്കിൽ നോ, അതൊരിക്കലും ഓപ്പൺ എൻഡഡ്, അതൊക്കെ ക്ലോസ് എൻഡഡ് ആണ്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറയുവാണ് പുതിയ ജനാധിപത്യ രീതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ജനാധിപത്യ രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ ഈ പറയുന്ന പൊല്യൂഷൻ തടയാനായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ എന്താണ്? അതൊക്കെ ഓപ്പൺ എൻഡഡ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ കുട്ടികൾ കൊടുക്കുമ്പോൾ അവർക്ക് ക്രിട്ടിക്കലിയും അതോടൊപ്പം തന്നെ എന്താണ് ക്രിയേറ്റീവ്ലിയും ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് എന്താണ് ഈ പറയുന്ന അവരുടെ രീതിയിലുള്ള സൊല്യൂഷൻസ് വരുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് അവിടെ അവൈലബിൾ ആവും. ക്രിട്ടിക്കലിയും ക്രിയേറ്റീവ്ലിയും കുട്ടി ചിന്തിക്കും. അല്ലാതെ നമ്മൾ പോയി നിന്ന് ഒരു ടോപ്പിക്കിൽ കുറേ ലെക്ചർ കൊടുത്തിട്ട് അതിനെ ഡീറ്റെയിൽ നോട്ട്സ് കൊണ്ട് എന്താണ് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടിക്ക് എന്താണ് ക്രിയേറ്റീവ്ലി ക്രിട്ടിക്കലി ചിന്തിക്കാനുള്ള അവസരം അവിടെ ഇല്ല. അതുപോലെ തന്നെയാണ് സ്റ്റുഡൻസ് മെമ്മറൈസ് ചെയ്യുക, കാണാൻ പാഠം പഠിക്കുന്ന പരിപാടിയില്ല. പിന്നെ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ പോലെ തന്നെയാണ് അവിടെ കുട്ടി ചിലപ്പോൾ ക്രിട്ടിക്കലി ഒന്നും ചിന്തിക്കില്ല. ആ ഓപ്ഷൻ ഏതെങ്കിലും ഒന്ന് അവരങ്ങ് സെലക്ട് ചെയ്യും. അവിടെ കുട്ടിക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അവിടെ ടീച്ചർ സെൻട്രിക് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ലേണർ സെൻട്രിക്കിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ കൊടുക്കണം. അവർക്ക് മൾട്ടിപ്പിൾ സൊല്യൂഷൻസോ ആയിട്ട് മുന്നോട്ട് വരാനും സാധിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. നമുക്ക് മറ്റു സെക്ഷനിലും ഇതുപോലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.